another episode of Comedy Master. അതാണ് ഏതാ പവർ നോക്ക്. ശ്വേത ചേച്ചി വെൽക്കം, ചിരിക്കൂട്ടം വെൽക്കം. ഇതൊക്കെ പറഞ്ഞോളൂ. ശരി, എന്നാ ഞാനൊരു കാര്യം ചെയ്യാം. നാട്ടുകൂട്ടം കൂടെ ഞാൻ ഒന്ന് വെൽക്കം ചെയ്യും. അതിനുശേഷം ഒരു സർപ്രൈസുമായിട്ടാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡക്ഷനിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നാട്ടുകൂട്ടത്തിനെയും കൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ് സ്നേഹസോപാനം ടീം. ഇനി ഞാൻ പറഞ്ഞ സർപ്രൈസ് എന്താന്ന് പറയട്ടെ. നമ്മളൊക്കെ സിനിമ കാണാൻ പോകുന്നത് എവിടെയാ? തിയേറ്ററിൽ ആണല്ലോ. ഈ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ ചിലപ്പോ തിയേറ്റർ വിസിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ വരും. എങ്കിൽ പ്രേക്ഷകരെ, നാളെ നിങ്ങൾ ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ പോകുന്നതിന്റെ മുമ്പ് തിയേറ്റർ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ വരികയാണ്. തിയേറ്റർ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എന്താന്ന് മനസ്സിലായില്ലല്ലോ? മനസ്സിലായി. ലെറ്റ്സ് വെൽക്കം ടീം തിയേറ്റർ. സഞ്ജന, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. നമ്മൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. കാരണം തിയേറ്റർ എന്ന് പറയുന്ന മൂവി നാളെ റിലീസ് ആവുകയാണ്. തിയേറ്ററിൽ പോയി നമ്മൾ എല്ലാവരും കാണാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതിനുമുമ്പ് 2 വാക്ക് സിനിമയെ പറ്റി. തിയേറ്റർ എന്ന് പറയുന്ന സിനിമ കുറച്ച് എളുപ്പത്തിനാണ് ആ പേരിട്ടത്. കാര്യം തിയേറ്ററിൽ പോയി തിയേറ്റർ കാണുക. അപ്പം 2 ചോദ്യത്തിനും ഒരു ആൻസർ പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ ആ ചോദ്യം മനസ്സിൽ വെച്ചിരിക്കുകയായിരുന്നു. തിയേറ്റർ എന്നുള്ള സിനിമയുടെ പേര് എന്താണ് അങ്ങനെയെന്നുള്ളത്, അതിനുള്ള ഉത്തരം കിട്ടി. പക്ഷെ ഈ മൂപ്പരുടെ സിനിമകളുടെ പേര് ഭയങ്കര യൂണീക്കാണ്. എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇമോഷണൽ കണക്ട്. ബിരിയാണി, തിയേറ്റർ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതിലെ സംഭവം അറിയോ? ഒരു 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് നാടകം കളിച്ച് ഞാനും സജിനും ഡയറക്ടർ അഖിൽ കവലയൂര് ഞങ്ങൾ ഒരുമിച്ച് നാടകം തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്തു. രാവിലെ ഞങ്ങൾക്ക് ജോലിയില്ല, വൈകുന്നേരം മാത്രമേ ഞങ്ങളെ പരിപാടി. രാവിലെ ഞങ്ങൾ കുളിച്ചൊരുങ്ങി നേരെ വിഷപ്പരകാളിൽ വിളിക്കാത്ത കല്യാണത്തിന് ബിരിയാണി. അങ്ങാ ഓർമ്മയില് സിനിമയ്ക്ക് ബിരിയാണി എന്ന് പേരിട്ടു. ചില സ്ഥലത്ത് ഞങ്ങള് തമ്മിലൊരു കല്യാണ ബന്ധമാണ്. എന്നിട്ട് ചില സ്ഥലത്ത് ഞങ്ങളെ കേറ്റില്ല. അവിടെ നമ്മളാരായി ചജി അങ്ങനെ സിനിമ ആദ്യം ഇട്ട് പിന്നെ ബിരിയാണി ഇട്ട് പിന്നെ തിയേറ്ററിൽ പോവും. ആൾക്കാരൊന്ന് 20 രൂപ വെച്ച് കടം വാങ്ങിക്കും. അങ്ങനെ അവൻ വലിയൊരു ഡയറക്ടറായി സിനിമ എടുത്തു. ഇത് 3ാമത്തെ ചിത്രമാണ്. ഈ സിനിമ 4ാമത്തെ. ആ ചിത്രത്തിലും വിളിച്ചില്ല എന്നെ. അപ്പം പിന്നെ പാവം മറന്നായിരിക്കും കാര്യം. സജിൻ തിരക്കിലായിരിക്കും മറന്നത്. തൊട്ടടുത്തിരിക്കുന്ന അരുൺ സോൾ ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. ഒരുമിച്ച് പ്രൊഫഷണൽ പ്രോഗ്രാം കളിച്ച് ഞങ്ങൾ ഒരുമിച്ച് വന്നവരാണ്. അവനാണ് കാസ്റ്റിംഗ് ഡയറക്ടർ. അവനും വിളിച്ചില്ല. അങ്ങനെ അവനും വിളിച്ചില്ല. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്തിരിക്കുന്നു ആര്, അജിത്ത്. അവനെ ഒരു കോ പ്രൊഡ്യൂസറാണ്. അവനും വിളിച്ചില്ല. ഇന്റിമേറ്റ് ഫ്രണ്ടാണ്. അപ്പൊ അടുത്ത അവന്റെ പടത്തിന്റെ പേര് മറവി. അതില് വിളിക്കുകയും ചെയ്തു, കാരണം മറന്നുപോയല്ലോ. അല്ല, ഞാനത് ബാക്കി കാര്യങ്ങൾ പേഴ്സണൽ ആയിട്ട് പറയുന്നില്ല. ചൂടോടെ നമുക്ക് ഇതിന്റെ ട്രെയിലർ ഒന്ന് കണ്ടാലോ? കാണണ്ടേ? ട്രെയിലർ കാണാം. നിനക്കൂടെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? കുട്ടിക്കാലത്ത് അവക്കറിയുന്ന സംഭവം എല്ലാവർക്കും അറിയാലോ. എന്തെങ്കിലും ദോഷം പറ്റിയിട്ടുണ്ട്. റിമ ചേച്ചി തെങ്ങി കയറുന്ന ഒരു സീൻ, അതും ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ക്യാരക്ടർ എന്താണെന്നുള്ള ചോദിക്കുന്നില്ല. പക്ഷെ ഈ തെങ്ങി കയറാന്നുള്ള സംഭവം എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തിനാ പാത്രത്തിൽ തെങ്ങി കയറ്റത്? അല്ല, അതാണല്ലോ ഒരു പ്രധാനമായിട്ട് ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ആക്ടർ അവരുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഫിസിക്കാണ് ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട്. അപ്പൊ ഇതില് ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫോമൻസിൽ ഉപരിയായിട്ട് ഒരു ഫിസിക്കൽ എഫേർട്ടും ഈ സിനിമയിലുണ്ട്. അപ്പം ഇതിൽ കയറിയിരിക്കുന്ന തെങ്ങ് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ തന്നെ പലരും ബോധം കിട്ടു പോകുന്ന തെങ്ങാണ്. അത്രയും ഹൈറ്റുള്ള വളഞ്ഞു നിൽക്കുന്ന ഒരു തെങ്ങിലാണ് പുള്ളിക്കാരത്തി ഒരാഴ്ച പ്രാക്ടീസ് ചെയ്തിട്ട് വലിയ സേഫ്റ്റി ഒന്നും ഇല്ലാതെ കയറിയത്. ഈ ഷൂട്ട് ചെയ്തുകൊണ്ട് നിന്ന
റിമേന്റെ പെർഫോമൻസ് ഇതിനകത്ത് എനിക്ക് തോന്നുന്നു സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒന്നായിരിക്കും. അതുകൊണ്ടാണ് ഒരുപക്ഷെ ക്രിറ്റിക്സ് അവാർഡ് ഓൾറെഡി റിമയ്ക്ക് ഇതിന്റെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി പ്രയറായിട്ട് കുറച്ച് പേര് ഇതിന്റെ പ്രിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അതിനകത്ത് നിന്നുള്ള റെസ്പോൺസ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ നമ്മുടെ പടത്തിൽ കോൺഫിഡന്റ് അത്യാവശ്യം. ഇനി ഇറ്റ്സ് അപ് ടു പീപ്പിൾ ഹു ആർ ഗോയിങ് ടു സീ ഇറ്റ്. ഇതിൽ ഞാൻ ഏറ്റവും ജാസ്തി മിസ് ചെയ്യുന്നത് റീമേനെയാണ്. ബിക്കോസ് ഐ വാണ്ടഡ് ടു ജെന്യുവൻലി, ബിക്കോസ് റീമേ ഒരു പ്രോജക്റ്റിൽ അസോസിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആയിട്ട് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും എൻതൂസിയാസം കാണിച്ചിരുന്നത്. സോ ഐ വാണ്ടഡ് ടു ഹിയർ ഫ്രം ഹർ, ബട്ട് ഐ എം മിസ്സിംഗ് ഹർ. റീമ, ഓൾ ദ വെരി ബെസ്റ്റ്. ഓൾറൈറ്റ്, അപ്പൊ എന്തായാലും നമ്മൾ എല്ലാരും സിനിമ പോയി കണ്ടിരിക്കും. ഓൾസോ നിങ്ങളുടെ ടീമിന് ഓൾ ദ വെരി ബെസ്റ്റ്. പ്രേക്ഷകരെ മറക്കരുത്, തിയേറ്ററിൽ പോയി തന്നെ നിങ്ങൾ തിയേറ്റർ സിനിമ കാണണം. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. ഓക്കെ, താങ്ക് യു. അപ്പൊ പ്രേക്ഷകരെ നമുക്കിനി സ്കിറ്റ് കാണാം. മാവേലിക്ക് ശേഷം നീയുള്ളോരോ മാളോടെയും തോന്നിപ്പിച്ചാൽ നീയേ നേതാവ്. വായിൽ തോന്നും പോലെ വാഗ്ദാനങ്ങൾ നൽകി. ആഹാ, എന്റെ മൈഥിലി ഇലക്ഷൻ ഡ്യൂട്ടി ഉള്ളല്ലോ. മൈഥിലിക്ക് ഈ നേരത്താണ് വന്നു കയറുന്നത്. സാറേ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. സാറിന് അറിയാലോ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുത്ത കാര്യം. അറിയാം സാറേ, അധികം ഓടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാ ഞാൻ ആ കാർ എടുത്തത്. എന്നിട്ട് ഞാൻ 4 കിലോമീറ്റർ എത്തിയില്ല, അതിന് മുന്നേ വണ്ടി നിന്നുപോയി. ഇപ്പൊ മനസ്സിലായില്ല അധികം ഓടാത്ത കാറാണെന്ന്. അധികം ഓടാത്ത കാറാന്ന് ഇപ്പൊ മനസ്സിലായില്ല മൈഥിലിക്ക്. അപ്പൊ എന്നെ പറ്റിച്ചതാണോ? പിന്നല്ലാണ്ട് അതാദ്യം മനസ്സിലാക്കണം. ഇതെന്താ സാറേ, ആളുകളൊക്കെ ഭയങ്കര കുറവാണല്ലോ. അതാണ് ഞാനും ഇലക്ഷൻ ആയിട്ട് ആൾക്കാർ കുറവെന്താന്ന് മനസ്സിലാവുന്നില്ല. എന്താന്നറിയോ, ജനങ്ങൾക്കൊക്കെ ബോധം വെച്ച്. ബോധം വെച്ചാ സാറേ, ഓരോ 5 വർഷം കൂടുമ്പം നമ്മൾ ഓരോ പാർട്ടിക്കാർക്കിട്ട് കുത്തും. ജയിച്ചു കഴിയുമ്പോ ഈ പാർട്ടിക്കാർ തിരിഞ്ഞ് നമുക്കിട്ട് കുത്തൂലേ? അത് ജനങ്ങൾ മനസ്സിലാക്കി. സാറേ, ബാബുക്കുട്ട സ്ഥാനാർത്ഥി വരുന്നുണ്ട്. നമസ്കാരം സാറേ. അതെ, പോളിംഗ് അങ്ങനെ പോകുന്നു? ഭയങ്കര കുറവാ സാറേ. കഴിഞ്ഞ വർഷം ഇലക്ഷന് ഭയങ്കര പോളിംഗ് ആയിരുന്നു. അതെ, പക്ഷെ എന്തുകൊണ്ട് ഞാൻ തോറ്റു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജനങ്ങൾക്ക് ബോധം വെച്ചോണ്ട്. അല്ല, ജനങ്ങൾക്ക് ബോധമില്ല, ഇല്ലെങ്കിൽ സാറ് ജയിച്ചേനെ. സാറേ, സാറിനെ പറ്റി ചില ഗോസിപ്പുകളൊക്കെ കേൾക്കുന്നുണ്ട്. എന്നെ പറ്റി ഞങ്ങളൊന്നും കേൾക്കൂല. സാറേ, യൂട്യൂബിലൊക്കെ ഇപ്പൊ സ്ഥാനാർത്ഥിമാർക്ക് വെച്ച് അവരിങ്ങനെ വീക്ക്നെസ് അങ്ങനെ വീക്ക്നെസ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പറയില്ല. എന്നാലും ഒരു കാര്യം ചോദിച്ചോട്ടെ, സാറിന് എന്താണ് വീക്ക്നെസ്? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ചൊരു വീക്ക്നെസ് ഇല്ല. അല്ല, എന്നാലും മദ്യപിക്കോ? ഞാൻ മദ്യപിക്കില്ല. അതെ, സിഗരറ്റ് വലിക്കൂ? ജന്മത്തിൽ ഞാൻ വലിച്ചിട്ടില്ല. എന്ത് ഈ കർണടിക്കാൻ പോകും ബന്ധോ? അങ്ങനെ ബന്ധമില്ല. പിന്നെന്താണ് സാറിന്റെ വീക്ക്നെസ്? വായ തുറന്ന നുണ പറയും അത്ര. എന്തുവാ സാറേ? അല്ല, കക്ഷത്തിലെന്താ? രോമം. ഇതെന്താണ് ചുരുട്ടി വെച്ചേക്കുന്നത്? അതെ, ഇപ്പൊ ഈ ഫ്ലെക്സിന്റെ കാലഘട്ടമല്ലോ, എല്ലാവരും ഫ്ലെക്സ് അടിച്ചിട്ട് ഒരു ജംഗ്ഷനിൽ വെക്കും. അപ്പൊ എന്റെ വാർഡിലെ പ്രവർത്തനങ്ങൾ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഫ്ലെക്സ് അടിച്ചു വെച്ചേക്കുന്നതാണ്. പ്രവർത്തനങ്ങളൊക്കെ അയച്ചു വെച്ച് കഴിഞ്ഞാല് തുറന്നടാ. നല്ല ഫോട്ടോ. സ്വന്തം വീട്ടിലേക്കുള്ള റോഡ് പണിയാൻ പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ അനുവദിച്ച നേതാവ് ബാബുട്ടന് അഭിനന്ദനങ്ങൾ. സാർ എന്ത് മണ്ടത്തരീ കാണിച്ചേക്കണത്? പഞ്ചായത്ത് ഫണ്ടെന്ന് പൈസ എടുത്ത് സാറിന്റെ വീട്ടിലേക്കുള്ള റോഡ് പണിത്. അയ്യോ, ഫ്ലക്സ് വെച്ചേക്കണത്. എന്റെ വീട് എന്റെ സ്വന്തം വാർഡിലല്ലേ? അതെ. എന്റെ വാർഡിലേക്കുള്ള എന്റെ വീട്ടിലേക്ക് റോഡ് എന്റെ വാർഡിലല്ലേ? അതെ. അതൊരു വികസനമല്ലേ? സംസാരിക്കരുത് കേട്ടോ സാറേ. അജയ സ്ഥാനാർത്ഥി വരുന്നുണ്ട്. മറ്റേ സ്ഥാനാർത്ഥിയോ? അങ്ങനെ വോട്ട് ചെയ്താ വോട്ട് ചെയ്യണം. ചിഹ്നം മറക്കരുത്. പാരാ. എന്താ പറഞ്ഞേ? അല്ല, പോളിംഗിനുണ്ടോ? കുഴപ്പമില്ലാതല്ലോ. ഓക്കെ അല്ലേ എല്ലാ കാര്യം? എടാ ബാബു, എന്റെ എതിർ സ്ഥാനാർത്ഥി ബാബു മോനെ, ബാബുക്കുട്ടാ, എന്തിനാടാ പിന്തിരിഞ്ഞ് നിൽക്കുന്നത്? നിന്റെ നിലപാടിന് ഞാൻ മുഖം കൊടുക്കൂലടാ. അതിന്റെ മൂല കാരണം എനിക്കറിയാം.
ഒരു കൈനോട്ടക്കാരന്റെ കാര്യം പറയുമായിരുന്നു. വരുന്ന വഴിക്ക് ഒരു കൈനോട്ടക്കാരനെ കണ്ടു. ഒരു അണ്ണാച്ചിയല്ലേ? എന്റെ കൈ നോക്കിട്ട് എന്താ പറഞ്ഞെന്നറിയാമോ? ഭയങ്കര ദീർഘായുസം. കൈ നോക്കിട്ടല്ലേ പറഞ്ഞേ? അതെ അതെ. കയ്യിലിരിപ്പ് നോക്കിയിട്ടാണെങ്കിൽ ഒന്നും പറയാനില്ല. എടാ എന്റെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ, എന്റെ മറ്റേ മുഖം കൂടെ നിനക്ക് കാണണം. നിനക്ക് എടാ ഒന്ന് കാണണോടാ നിന്റെ മറ്റേ മുഖം. ഒന്ന് കാണണം. അത് ശരിയാവില്ല. ഒന്ന് കാണട്ടെ. ഏതായാലും മറ്റേ മുഖം വേറെ മുഖം അജയൻ ചേട്ടാ എപ്പോഴും പറയും മറ്റൊരു മുഖമുണ്ട് മറ്റൊരു മുഖമുണ്ട്, പക്ഷെ ഇതുവരെ കാണിച്ചിട്ടില്ല. എപ്പോഴും അത് കാണിക്കാൻ പറ്റില്ല. കാണിക്ക് കാണിക്ക്. ഓക്കെ ഓക്കെ കാണിക്കാം. പക്ഷെ പിന്നെ കാണിക്കാൻ പറയരുത്. ഓക്കെ. ഒന്നും വന്നിടാ ചെയ്യാം. എന്റെ അമ്മയാണ് മനസ്സിൽ തെറ്റൊരു കാര്യം പറയുന്നത്. ഈ മോഹം കണ്ടിന്യൂ ചെയ്തു, മറ്റേ മോഹം വൃത്തിയാണ്. കണ്ടിന്യൂ ചെയ്തു. അതെ വോട്ട് ചെയ്തായിരുന്ന 6 മണിക്ക് വന്ന് വോട്ട് ചെയ്തു. ആണ് മോള് വോട്ട് ചെയ്തായിരുന്ന? ഇല്ല, ഞാൻ വന്നതേ ഉള്ളു. ചെയ്യാം. വോട്ട് ചെയ്യണം. ചിന്നമർക്കല് പാരാ. ഞങ്ങൾ തമ്മില് ഒരുമിച്ച് പഠിച്ചതാ. പിന്നെ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടാ. അയ്യോ പ്രായം കൂടുതൽ തോന്നുന്നുണ്ടാണ്. ഇല്ല പ്രായമില്ല. അവക്കല്ല, നിങ്ങൾക്ക് പ്രായം കൂടുതൽ തോന്നുന്നുണ്ട്. അവൾ ചെറുതല്ലേ? അയ്യോ സത്യം, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാ. എന്താന്നറിയോ, ഞാൻ 1-ാം ക്ലാസ്സിൽ ചേർന്നപ്പം അജയൻ ചേട്ടൻ 7-ാം ക്ലാസ്, ഞാൻ 2-ാം ക്ലാസ്സിൽ എത്തിയപ്പോഴും അജയൻ ചേട്ടൻ 7-ാം ക്ലാസ്, പിന്നെ ഞാൻ 3-ാം ക്ലാസ്സിൽ എത്തിയപ്പോഴും അജയൻ ചേട്ടൻ 7-ാം ക്ലാസ്, പിന്നെ ഞാൻ 4-ാം ക്ലാസ്സിൽ എത്തിയപ്പോ ദേ ഇരിക്കണം അജയൻ ചേട്ടൻ 7-ാം ക്ലാസ്. 6-ാം ക്ലാസ്സിലെത്തി, 7-ാം ക്ലാസ്സിലെത്തിയപ്പോഴും ദേ ഇരിക്കണം അജയൻ ചേട്ടൻ 7-ാം ക്ലാസ്സിൽ തന്നെ. പക്ഷേ ഞാൻ 8-ാം ക്ലാസ്സിലെത്തിയപ്പം അജയൻ ചേട്ടൻ 7-ാം ക്ലാസ്സിൽ. അവസാനം ഹെഡ് മാസ്റ്റർ കൈ തൊഴുതോണ്ട് അജയൻ ചേട്ടനോട് പറഞ്ഞു, ഞാൻ റിട്ടയർഡ് ആയി പോകാൻ അധികം വർഷങ്ങളൊന്നുമില്ല, അതിന് മുന്നെങ്കിലും നിങ്ങളൊന്ന് 7-ാം ക്ലാസ് ജയിക്കും, അല്ലെങ്കിൽ ടി സി വാങ്ങിച്ച് എങ്ങോട്ടെങ്കിലും പോവാൻ. അല്ല, എന്നിട്ട് അജയ് സാർ എന്താ ചെയ്തത്? ടി സി വാങ്ങിച്ചോണ്ടങ്ങ് പോയി. പേര് മുളക്കി. അതുകൊണ്ടാണ് അതാണ് നേതാവായത്. കാര്യം മനസ്സിലായി. വിലക്കയറ്റം ഭയങ്കര പ്രശ്നമാണ്. സത്യം, എനിക്ക് അത് തന്നെ പറയാനുണ്ട്. നിങ്ങൾ ആരധികാരത്തിൽ വന്നാലും വിലക്കയറ്റത്തിനെതിരെ എന്തെങ്കിലും ചെയ്യണം. വെളിച്ചെണ്ണക്കൊക്കെ ഇപ്പൊ എന്തൊരു വിലയാ. വെളിച്ചെണ്ണയുടെ വില കുറയ്ക്കാൻ വേണ്ടി ഞാൻ രാപ്പകലില്ലാതെ സമരം ചെയ്യും. അയ്യോ ഞങ്ങളെ പാർട്ടി എന്താ ചെയ്യുന്നറിയാമോ? എന്തായാലും വില കുറച്ചാൽ മതിയല്ലോ. ഞങ്ങൾ വിദേശത്ത് നിന്ന് വെളിച്ചെണ്ണ ഇറക്കും, എന്നിട്ട് വില അങ്ങ് കുറയ്ക്കും. അതിന് ഞാൻ അനുവദിക്കില്ല. അനുവദിക്കൂല. എന്ത്? പാവപ്പെട്ടവന്റെ കഞ്ഞിയിൽ പാറ്റിയിടുന്ന ഒരു ഇറക്കുമതി ഞാൻ അനുവദിക്കില്ല. അതാണ് ഞാൻ. തിന്നേ ഇല്ല, തീറ്റിക്കേ ഇല്ല. നീ ഒരു കാര്യം ചെയ്യടാ, ഈ പാവപ്പെട്ട കർഷകൻ കൊന്നുകള, അപ്പൊ തീർന്നല്ല വിഷയം. എന്തൊരു കഷ്ടമാണെന്ന് പറയാം. ഇങ്ങനെ പോയത് എന്താണിത്? നിന്റെ ഒക്കെ പാർട്ടിക്കാരുണ്ടാക്കി വെക്കുന്ന സംഭവം ഉണ്ടല്ല, ഇത് എനിക്ക് സഹിക്കാൻ പറ്റാതായിട്ട് വന്നിരിക്കുകയാണ്. പോവല്ലേ പോവല്ലേ അച്ഛൻ, അമ്മാവാ. ഹലോ അമ്മേ, അമ്മ അച്ഛൻ വന്നമ്മേ. അമ്മ പറയാറില്ലേ ഓരോ 5 വർഷം കൂടുമ്പോ അച്ഛൻ വോട്ട് ചെയ്യാൻ വരുമെന്ന്. അച്ഛൻ വന്നമ്മേ, അച്ഛൻ കാണണമെങ്കിൽ പെട്ടെന്ന് വാ. ഓടി വാ. പോവല്ലേ. ക്രിയ ചെയ്തിട്ടില്ല, എന്റെ അച്ഛനാ. ക്രിയ ചെയ്തിട്ടില്ല, മോക്ഷം കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ആത്മാവ് പല രൂപത്തിലും ഭാവത്തിലും വരുന്നത്. മോക്ഷം കിട്ടണമെന്നുണ്ടെങ്കിൽ ആലുവയിലോ തിരുവല്ലത്തോ പോയി ഇരുത്തണം. ഇരുത്തിയില്ലെങ്കിലേ ഓരോ വർഷം ഓരോരോ അച്ഛന്മാരെ വോട്ട് ചെയ്തുകൊണ്ട് പോകും. നിങ്ങൾ എന്തൊക്കെ പൊട്ടത്തരീ പറയുന്നത്? അത് ആത്മാവോ പ്രേതോ അച്ഛനൊന്നല്ല. ഇവളുടെ അച്ഛന്റെ പേരിൽ കള്ള വോട്ട് ചെയ്യാൻ വന്ന ആളല്ലേ അത്? പിന്നെ കള്ളന്മാര് കാര്യം പറഞ്ഞപ്പോൾ ആലോചിച്ചത്, കഴിഞ്ഞ 5 വർഷം മുമ്പുള്ള പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുറെ കള്ളന്മാർ ഇവിടെ നോമിനേഷൻ കൊടുത്തു. എല്ലാരും തോറ്റ്. പക്ഷെ ഒരു ഭീകരനെ ഒരു കള്ളനുണ്ടായല്ലോ, അവൻ മാത്രം നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ചു പോയി ഇവിടുന്ന്. അതെന്താണ് അങ്ങനെ വിജയിക്കാൻ കാരണം? എനിക്കൊരു പിടിയിട്ടില്ല. അവന്റെ പ്രകടന പത്രിക നിങ്ങൾ കണ്ടായിരുന്ന? എന്നെ ജയിപ്പിച്ചാൽ അന്ന് ഈ പഞ്ചായത്തെ വിട്ടുപോകുന്നു. ഇല്ല, 5 വർഷം വന്നില്ല. കള്ളമില്ല, മോഷണമില്ല, ചതിയില്ല, ഒരു കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിലേ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഇവരെ രണ്ടാളും ജയിപ്പിച്ച് അവിടുന്ന് വിടാം. പിന്നെ ഇവിടെ നല്ല കണ്ടീഷൻ ആയിക്കോട്ടെ.
അതൊക്കെ പോട്ടെ, എന്റെ പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടും ഞാൻ തോറ്റില്ലേ? അല്ല, നീ എന്താ എഴുതി വച്ചത്? അതായത് കാർഷിക ലോൺ എഴുതിത്തള്ളും, ഭവന വായ്പ എഴുതിത്തള്ളും, വിദ്യാഭ്യാസ ലോൺ എഴുതിത്തള്ളും. നീ പറയുന്നതെല്ലാം തള്ളാണെന്ന് ജനത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് പറഞ്ഞ മനസ്സിലായ. എന്തൊരു കഷ്ടമാടാ. എടാ, നിനക്ക് അന്തസ്സോടെ ജീവിക്കണമെന്ന് നീ എന്റെ പാർട്ടി വാടാ. എന്തിനാടാ അഴിമതിക്ക് സ്കോപ്പുള്ള എന്റെ പാർട്ടി ഉള്ളപ്പോ എന്തിനാണ് എന്താണ് വന്നത്? എന്താ പറഞ്ഞ നീ? അഴിമതിയുമില്ല ഒരു കോപ്പുമില്ലാത്ത പാർട്ടിയാണ് എന്നിട്ട് ഞാൻ എന്തിനാടാ നിന്റെ പാർട്ടിയിൽ വരുന്നത് ചോദിച്ചത്. അങ്ങനെയാണ് പറഞ്ഞത്, അങ്ങനെ തന്നെ പറഞ്ഞത്. നീ എന്തായാലും തോക്കോടാ, എങ്ങനെ പറഞ്ഞാലും. ഞാൻ തോക്കൂലടാ. ഞാനാണ് പറയുന്നത്, നീ തോക്കും. തോക്കൂലടാ. നിങ്ങൾക്ക് രണ്ടുപേർക്കൊന്ന് നിർത്താമോ? നിർത്തി. എന്തായാലും നിങ്ങൾ രണ്ടുപേരും തോൽക്കാൻ പോണില്ല. പിന്നെ ആര് തോക്കും? നിങ്ങളെയൊക്കെ ജയിപ്പിച്ചു വിടുന്ന നമ്മളെ പോലെയുള്ള ജനങ്ങള്. ദൈവം, അത് വാസ്തവം. ഓമാവേലിക്ക് ശേഷം നീയുള്ളോരോ ആളോടെയും തോന്നിപ്പിച്ചാൽ നീയേ നേതാവ്. റെഡിയല്ലേ? ഓ പിന്നെ നിങ്ങൾ റെഡിയല്ലേ? നിങ്ങൾ ചിരിച്ചാലേ ബാറ്ററി ചാർജ് ആവും. ബാറ്ററി ചാർജ് ആയാലേ അവർക്ക് പൈസ കിട്ടും. അപ്പൊ ചേച്ചി ബാറ്ററി ഒന്ന് ഓണാക്കി ചേച്ചി. യെസ്, ബാറ്ററി ഓൺ. അപ്പൊ ബാറ്ററി ഓണായ സ്ഥിതിക്ക് ഞാൻ 3 താരങ്ങളെ വിളിക്കട്ടെ. ബൈജുക്കുട്ടൻ, പ്രവീൺ മുഹമ്മദ്, ഐശ്വര്യ. ഒരു ഉമ്മ വരൂ. ഉമ്മ ചോദിച്ച പാട്ടാണല്ലോ കിട്ടിയത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ ഏതെങ്കിലും ബസ് സ്റ്റാൻഡിലും പാർക്കിലും വന്നിരിക്കുന്ന ഒരു അപൂർവ ഇനം പൂവാലനാണെന്ന്. അല്ല, ഞാൻ ഇവളുടെ ഭർത്താവാ. കെട്ടിയതിന് കൂടെ അടുത്തിരുന്നിട്ട് എന്റെ ശ്രദ്ധിക്കാൻ അവർക്ക് നേരമില്ല. വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും ഇതേപോലെ കുത്തിയിരുന്ന് സീരിയല് കാണണം. അയ്യോ ചേട്ടാ, ഒന്നിച്ച് കുടുംബ വഴക്കിലെ രാജേന്ദ്രനും ഗായത്രി ഒന്നിച്ചെന്റെ പൊന്നു ചേട്ടാ. എവിടെ പോകും, എവിടെ നിൽക്ക്. സ്വന്തം ഭർത്താവിനെ തള്ളി താഴെയിട്ട ചിന്നുവിന്റെ ജീവിതം ഇനി എങ്ങോട്ട്? വീണടത്ത് കിടന്ന് വിരകുന്ന സുഗുണൻ ഇനി എഴുന്നേൽക്കുമോ? എഴുന്നേക്കാതെ പറ്റൂല്ലോ. ഇതെങ്ങനെയെങ്കിലും ഉന്തിത്തൊള്ളി എവിടെയെങ്കിലും എത്തിക്കണ്ടേ? ഇതും കൂടി കൂട്ടിയിട്ട് നീ 16ാമത്തെ തവണയാണ് എന്നെ തള്ളി താഴെ ഇടുന്നത്. കുടുംബവഴക്കിലെ രാജേന്ദ്രനാണ് ഇങ്ങനെ വീഴത്തില്ലായിരുന്നു. രാജേന്ദ്രന്റെ കുടുംബത്തിൽ വഴക്കുണ്ടെങ്കിലും അവർക്ക് മക്കള് 4ആയി. ഞാനതില്ല ആലോചിക്കുന്നത്. പിന്നെ ഇവരെന്തിന്റെ പേരില ഈ വഴക്കിടുന്നത്? നിങ്ങൾക്കറിയോ, ഒരു കുഞ്ഞിക്കാലി കാണണമെന്ന് എനിക്കൊരു ആഗ്രഹമില്ല. ഞാനൊരു പുരുഷനല്ലേ, എനിക്കൊരു അച്ഛനാവണമെന്ന് ആഗ്രഹമില്ലേ? കണ്ട 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 കരഞ്ഞ് കരഞ്ഞ് ബോളിവുഡ് വരെ എത്തിച്ചു മിസ്റ്റർ ഷാരൂഖ് ഖാൻ. ഈ ആണുങ്ങൾ ഇങ്ങനെ കരയാൻ പാടില്ല. ഇതാണ് എല്ലാവരുടെയും വിചാരം. പക്ഷെ ആണുങ്ങൾക്ക് കരയാൻ ഒരു പാടുമില്ല. കണ്ടില്ലേ, പട്ടി പോകണ പോലെ ഞാനിരുന്ന് പോകണം. എന്തിനെങ്ങനെ കരയുന്ന? ഇപ്പൊ ഒരു കുഞ്ഞിക്കാല് കാണണം, അതല്ലേ പ്രശ്നം? അതിന് എനിക്കും ആഗ്രഹമുണ്ട്. ആണ് പോടുന്നു. നീ വെറുതെ ചുമ്മാ ഇങ്ങനെ ഓരോന്ന് പറയുള്ളൂ. സത്യം സത്യം സത്യം. എന്നാ ഞാനൊരു കാര്യം പറയട്ടെ. ഇനി കുറച്ച് നാള് സീരിയലൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രോഗത്തിലേക്ക് വാ. എന്റെ ചക്കരേ. ആ ഹോ പോയ പോക്ക് കേട്ടോ. എന്റെ ചക്കരേ. ഒന്നും കൂടെ വിളിച്ചേട്ടാ. എന്റെ ചക്കരേ. കുടുംബ വഴക്കിലെ രാജേന്ദ്രൻ തന്നെ. ഇവക്കിപ്പോഴും രാജേന്ദ്രനെ വലുതെന്നും പറഞ്ഞു നടക്ക്. ഒരു സ്വന്തം ഭർത്താവായ ഞാനിപ്പോഴും ഒരു കിഴക്ക്. ഈ ജീവിതം കൂട്ടിമുട്ടിക്കാൻ വേണ്ടി, രണ്ടറ്റം കൂടി കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ആ പെടാപ്പാട് വിടുവാ. കുട്ടി ഇങ്ങനെ ഒരു സീരിയല് ഭ്രാന്തി.
ഹലോ, ഇന്ന് ഷൂട്ടില്ല. ഷൂട്ടില്ലാത്ത സമയത്ത് പാർക്കിലോ ബീച്ചിലോ ഒക്കെ വന്ന് നിൽക്കും. നമുക്ക് വേണ്ട റിലാക്സേഷൻ നാളെ ഉണ്ട്. കടലാമണക്കിന്റെ ഇല എന്ന സീരിയലിന്റെ ഷൂട്ട്. കുടുംബവഴക്കിന് രാജേന്ദ്രൻ, എന്റെ അമ്മച്ചി. പട്ടാപ്പകല് പെണ്ണിനെ കയറി പിടിച്ചിട്ട് അത് സ്വയം അംഗീകരിക്കണാടാ. എന്നെ പിടിച്ചൊന്നുമില്ല ചേട്ടാ. നീ ഇത് ഇങ്ങനെ കാണിച്ചതാ? എനിക്ക് അയാളെ ഭയങ്കര ഇഷ്ടം പറയായിരുന്നു. നമ്മളെ വീട്ടിൽ രാത്രി 8 മണി മുതൽ 9 മണി വരെ വന്നു പോകുന്ന ആളായിട്ടേ. അപ്പൊ നിന്റെ കള്ളക്കാമുകൻ എല്ലാരും മനസ്സിലായില്ലേ? കള്ളക്കാമുകൻ. എന്റെ പൊന്നു ചേട്ടാ, ഇതാരാന്നറിയാമോ? ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ആരാധിക്കുന്ന കുടുംബവഴക്കിന് രാജേന്ദ്രൻ സാറ്. അവനായിരുന്ന ഇത്. അപ്പൊ എന്റെ അടിപാടായില്ല, ഒരെണ്ണം കൂടി കൊടുക്കണ്ടേ? അല്ലാരല്ല, അപ്പൊ രാജേന്ദ്രൻ എന്നാണ് പേരല്ലേ? എന്റെ സീരിയലിലെ കഥാപാത്രത്തിന്റെ പേരാണ് രാജേന്ദ്രൻ. ശരിക്കും പേര് സോഹൻ ചന്ദ. കൊള്ളാല്ലേ? സെലിബ്രിറ്റികൾക്ക് ഇടാൻ പറ്റിയ പേരാ ഈ സോഹൻ. കൊള്ളാം. പക്ഷെ ഈ ചന്ദ് എവിടെ കിട്ടി? അച്ഛന്റെ പേര് ചന്ദ്രൻ എന്താണ്? അപ്പൊ ചന്ദ്രന്റെ ചന്ത എടുത്തു. ഇപ്പൊ അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ കിടപ്പില്ല. എങ്ങനെ കിടക്കാതിരിക്കും? അച്ഛന്റെ ഇരിക്കേണ്ട ചന്ത് ഇവിടെ എടുത്തില്ല. ചേട്ടാ ഒന്ന് മാറിയേ. സാറ് പെരിഞ്ചീരകം സീരിയലുണ്ടോ? അതിന് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞു. ശബ്ദരാഗത്തില് ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. താമരയില് എന്നെ വേണ്ടെന്ന് പറഞ്ഞു. അതല്ല, ഞാനത് വേണ്ടെന്ന് വെച്ചു. അപ്പൊ സാറിന്റെ പുതിയ സീരിയൽ ഏതാ? എന്റെ ഏറ്റവും ലേറ്റസ്റ്റ് സീരിയൽ എന്ന് പറഞ്ഞാൽ കക്കാറച്ചി. അത് കക്ക വാരാൻ പോകുന്ന ഒരു വില്ലന്റെ വേഷമാണ്. അപ്പൊ തുടർന്ന് ആ പണി എന്നെ കൊണ്ടുപോവാം. മിണ്ടാതിരിക്കും സാറേ. എനിക്കൊരു കാര്യം പറയണ്ട. പറഞ്ഞോളൂ. വളരെ നാളായിട്ട് ഞാൻ വിചാരിക്കും എനിക്കൊരു സീരിയൽ നടിയാവണമെന്ന്. പക്ഷെ സീരിയൽ നടിയാവണേ നമ്മൾ എന്ത് ചെയ്യണം? സീരിയൽ അഭിനയിക്കണം. അതല്ല, ഒരു സീരിയൽ നടിയാവണേ നമ്മൾ എന്തോ ചെയ്യണ്ടേ? അത് ഓഡീഷൻ. എന്തിനും ഒരു ഓഡീഷൻ നല്ലതാ. കുട്ടിക്ക് സീരിയൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. താങ്കൾക്ക് അങ്ങനെ വല്ല ആഗ്രഹം ഉണ്ടോ? എനിക്കൊരു കുഞ്ഞിക്കാലി കാണണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഓഡീഷൻ വിളിച്ച വിളി വരത്തില്ല. അപ്പൊ റേറ്റിംഗ് ഇല്ല. സാറിനെ കണ്ട സ്ഥിതിക്ക് സാറിന്റെ കൂടെ എനിക്കൊരു റീൽ എടുക്കണം. അപ്പൊ ഇന്ന് റീച്ച് ആകാനായിട്ടാണ് പരിപാടി. അങ്ങനെയാണെങ്കിൽ ഞാൻ അഭിനയിച്ച ഏതൊക്കെ ഒരു സീരിയലിലെ ഡയലോഗ് നമുക്ക് അങ്ങോട്ട് റീൽ ചെയ്താലോ? സാറിന്റെ എല്ലാ സീരിയൽ ഡയലോഗ് എനിക്ക് പച്ചവെള്ള. അങ്ങനെയാണെങ്കിൽ ഞാൻ അഭിനയിച്ച ഹിറ്റ് ആയിട്ടുള്ള കൊന്നപ്പത്തൽ എന്ന സീരിയലിലെ ഡയലോഗ് നമുക്ക് അങ്ങോട്ട്. കൊള്ളാം. കൊന്നപ്പത്തല് അതങ്ങോട്ടൊക്കെ ചെയ്യാതെ. മനുഷ്യ ഫോൺ എടുത്ത് പിടിച്ചേ. പിന്നെ ഞാനാ. ഓക്കെ ആണോ? ഓവറാക്കല്ലേ ഗോപികേ. എന്താ ചേട്ടാ, നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? അത് തന്നെയാണ് എനിക്കും ചോദിക്കാനുള്ളത്. പോയി ചത്തൂടാ ഗോപികേ. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇന്നേക്ക് 12 വർഷമായി. ഇനി ഒരു കുഞ്ഞിക്കാലം കാണാൻ പറ്റുമോന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കും തോന്നണില്ല. ഗോപിക, ഇനി നമ്മൾ എന്ത് ചെയ്യും? എനിക്കൊരു കുഞ്ഞിക്കാല് വേണം ചേട്ടാ. ഗോപികേ, കുഞ്ഞിക്കാല് താ ചേട്ടാ. ഗോപികേ, കുഞ്ഞിക്കാല് താ ചേട്ടാ. കുഞ്ഞിക്കാല് താ ചേട്ടാ. ഇത് വഴി വിട്ടു പോകേണ്ടില്ല. എനിക്ക് ഈ പപ്പനെ വേണ്ട. ഈ പപ്പ ചീത്തയാ. എനിക്ക് വേണ്ട. എന്താ ഈ കാണിക്കണത്? കുഞ്ഞിക്കാലി കാലാണ്. അല്ല, ഈ കാലി കാണാതെ ഈ എപ്പിസോഡ് തീർക്കൂലെന്ന് എനിക്കറിയാം. തൽക്കാലം ഈ കാലം വെച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. മര്യാദക്ക് ഒരു റീൽ എടുത്തോണ്ടിരുന്നതാ. അങ്ങനെയെങ്കിലും ഞാനൊന്ന് വൈറലായനെ. അതാവോന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്റെ ഇടയ്ക്ക് ചേട്ടാ, നിങ്ങൾക്ക് ഈ സോഹൻ സാറിനെ കുറിച്ച് അറിയാഞ്ഞിട്ടാ. പുള്ളി ക്യാരക്ടർ ആയാലുണ്ടല്ലോ വേറെ ലെവല. പുള്ളി ക്യാരക്ടർ ആയിട്ട് രാജേന്ദ്രനാവല്ലോ. പിന്നെ ഇമാതിരി ദുഷ്ടനെന്ന് പറഞ്ഞ ദുഷ്ടൻ. ഇവൻ എന്നാ ദുഷ്ടത്തെ ചെയ്തെന്നറിയാമോ? ഇവന് സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്, 2 കുഞ്ഞുങ്ങൾ. ഇതുങ്ങളെ 3നെയും അകത്തിട്ട്
വാതിലടച്ച് പച്ച വെള്ളം കൊടുക്കാണ്ട് അപ്പുറത്തെ വീട്ടിലെ കാമുകിയായിട്ട് ഓടിപ്പോയി ചേട്ടാ. പ്രായമായ അച്ഛനെ അമ്മനെ ഇവൻ വൃദ്ധസദനത്തിലാക്കി ചേട്ടാ. അയ്യോ ഞാൻ സോഹച്ചന്ദ്രനെ തല്ലിയിട്ടില്ല. ഇത് പിന്നെ എന്റെ പോപ്കോൺ ആണോ? സോസിൽ മുക്കി നക്കി അയ്യോ ഞാൻ സോഹനെ തല്ലിയിട്ടില്ല. പിന്നെ ഞാൻ ആ കുടുംബ വഴക്കിലെ വില്ലൊക്കെ ഇറച്ചി ചെയ്യുന്ന രാജേന്ദ്രനല്ലേ തല്ലിയത്. എന്റെ ദൈവമേ, ഒരു ആർട്ടിസ്റ്റ് ആയ ഞാൻ ഈ രണ്ട് സൈക്കോടെ കൂടെ കൂടിയിട്ട് സൈക്കാർട്ടിസ്റ്റ് ആയല്ല. ഹലോ, ഇനിയുള്ള എല്ലാ ഡേറ്റും ഞാൻ ഫ്രീ ആണ്. എപ്പോ വിളിച്ചാലും വന്നോളാം. ഒരു മിനിറ്റ്. എന്തിനാ നിങ്ങൾ എന്റെ ചേട്ടൻ തല്ലിയേ? അയ്യോ ഞാൻ തല്ലിയില്ല. അപ്പൊ എന്റെ വായിൽ ഈ സോസ് വന്നല്ല. ഈ സോഹത്തല്ല തല്ലിയത്. പിന്നെ ആര്? കുടുംബ വഴക്ക് സീരിയലിലെ വില്ലൻ രാജേന്ദ്രനാണ് നിന്നെ തല്ലിയത്. ചിന്നുവിന്റെ മുന്നോട്ടുള്ള ജീവിതം ഇനി സെലിബ്രിറ്റിക്കൊപ്പമോ? വീണ്ടും വീണെടുത്ത് കടന്ന് വിരകുന്ന സുഗുണൻ ഇനി എഴുന്നേൽക്കുമോ? ഇല്ല. ഒരുപാട് ചിരിച്ചു. അതെ, സോഹൻ ചാന്ദ് എന്ത് പറയുന്നു? ഡേറ്റ് ഇല്ല. ഐശ്വര്യന്റെ എനർജിയോ വേറെ ലെവലാണ്. ഐശ്വര്യക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. എന്റെ അടുത്ത് ഇപ്പൊ ജസ്റ്റ് കയറുന്നതിന് മുമ്പ് ഇങ്ങനെ ചോദിച്ചു എങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞു എപ്പോഴത്തെയും പോലെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. ഇത് നമ്മളല്ലല്ലോ പറയേണ്ടത്, നമ്മൾ ചിരിച്ചു കൊടുത്തു. ബാക്കി പറയേണ്ടതൊക്കെ ബാറ്ററി ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഐശു ബാറ്ററി പറയട്ടെ. എന്താണെങ്കിലും ബാറ്ററി അങ്ങ് പറയട്ടെ. പിന്നല്ല, അത്രേ ഉള്ളൂ. നമ്മൾ ഡയറക്റ്റ് ബാറ്ററിയിലേക്ക് പോയി. പിന്നെ നമുക്ക് നോക്കാം. വീഴോ ടെൻഷൻ അടിച്ച്. കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ലഭിച്ചിരിക്കുകയാണ്. എന്താ ചിരി, എന്ത് തോന്നുന്നു? എനിക്ക് പറയാനുള്ള ഇവരുടെ നല്ല സപ്പോർട്ടായിരുന്നു. അല്ല പോകല്ലേ പോകല്ലേ, അല്ല അങ്ങനെയല്ല പറഞ്ഞത്. അവിടെ നിന്നും നല്ല സപ്പോർട്ടായിരുന്നു. ചിരിച്ച് ചിരിച്ചത് വണ്ണം വെച്ചിരിക്കുന്നല്ല, വീങ്ങിയിരിക്കുന്നതാണ് ഇപ്പോ. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും. പിന്നെ നമ്മുടെ സ്കിറ്റിന് വേണ്ടിയിട്ട് ജിഷോണ് ഏറ്റവും കൂടുതൽ നമ്മളോട് സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഗ്രൂമർ ജിഷോ ആയിരുന്നു. അപ്പൊ ജിഷോനും വലിയ താങ്ക്സ്. സൂപ്പർ. അപ്പൊ ഇനി ഈ 50,000 rupees ചൂടോടെ വരട്ടെ. സമാധാനം. 5 and ചാർജ് ഒന്നും കൂടെ കേറ്റാൻ വേണ്ടി നമുക്ക് ഒരു സ്കിറ്റ് കൂടെ കണ്ടാലോ? ഓക്കെ, ബാറ്ററി ഒക്കെ ചാർജ് ആക്കാൻ റെഡി ആയിക്കോ ശ്വേത ചേച്ചി. ബാറ്ററി ഓൺ ആയി. ബാറ്ററി ഓൺ ആയി. ഇനി പെർഫോം ചെയ്യാൻ വരുന്നത് ആരാണെന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആരട്ടെ? ആരാ? ഷൈനുണ്ട്, ശരത്തുണ്ട്, ഐശ്വര്യമുണ്ട്. കാണാം. യെസ്, കം ഓൺ, ചിരിക്കാൻ റെഡി ആയിക്കോ. ഓരോരോ വീട്ടിൽ ഈ ഫോണുകാർ എന്തൊക്കെ പ്രശ്നങ്ങളല്ലേ, ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളല്ലേ. ആതിര 33 മിനിറ്റ് ഓൺലൈനിൽ നിന്ന് പോയിട്ട് പൊക്കോട്ടെ. ജ്യോതി ഓൺലൈനിലുണ്ട്, വിളിച്ചേക്കാം. ജ്യോതി മോളാണോ? അല്ലല്ലോ, ജ്യോതിഷ് മോനാണല്ലോ. നമ്പർ തെറ്റി വിളിച്ചാണേ. മെസ്സഞ്ചറിയുടെ കോള് വിളിച്ചിട്ടാണോ ഇയാൾക്ക് നമ്പർ തെറ്റുന്നേ? അയ്യോ അതല്ല, എന്റെ നമ്പർ ചെറുതായിട്ട് തെറ്റിയതാ ഞാൻ പറഞ്ഞത്. മനസ്സിലായി. ശരി ശരി, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഫോൺ കാരണം പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്തോ ചെയ്യാനാണ്. ഓഹ് ദൈവമേ, ഏതേലും പെങ്കൊച്ചുങ്ങളായിരിക്കണേ. ഹലോ മോളൂസേ. മോളൂസ് അല്ലല്ലോ, മോനൂസ് ആണല്ലോ. എന്തായിരുന്നു?
ഭാര്യയും താനുമായിട്ട് എന്താണ് ബന്ധം? അയ്യോ, ഭാര്യ ഭർത്താവ് ബന്ധം. അപ്പൊ താനും എന്റെ ഭാര്യയോട് ചേർത്ത് എന്നെ ചതിക്കുകയായിരുന്നു. മനസ്സിലായില്ല. താൻ ഫേസ്ബുക്കിന്റെ അകത്ത് ഇപ്പൊ ഒരു ഫോട്ടോ ഇട്ടില്ലേ, അത് കിടന്ന് കറങ്ങുക. അയ്യോ, അത് നെറ്റ് സ്ലോ ആയതുകൊണ്ടായിരിക്കും. അതല്ലെന്ന്. പിന്നെ എന്റെ ഭാര്യയുടെ കൂടെ താൻ നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് താൻ ഫേസ്ബുക്കിൽ ഇട്ടില്ലേ, അത് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുക. അത് ജെമിനിയാ. അത് തന്നെ രജനി. രജനിയോ? ഏത് രജനി? നീ കൂടുതൽ ഗജനി കളിക്കല്ലേ, ഞാൻ അങ്ങോട്ട് വന്നിട്ട് ബാക്കി പറയാം. ദൈവമേ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലയോ ഫോണ് കാരണം പല പ്രശ്നങ്ങളും നടക്കും. താൻ ഏതാടു? ഞാൻ ബെന്നിക്കുട്ടിയെ കാണാൻ വന്ന. കൂട്ടം തെറ്റിപ്പോയതായിരിക്കും. എന്തോന്ന്? പന്നിക്കുട്ടിയെ കാണാൻ വന്നത്. പന്നിക്കുട്ടിയല്ല, ബെന്നിക്കുട്ടി. തന്റെ മോൻ വിളിച്ചിറക്കണോ ഇങ്ങോട്ട്? അയ്യോ, എനിക്ക് മോനില്ല. ഇല്ലേ? ഇല്ല. അപ്പൊ കല്യാണം കഴിച്ചിട്ടില്ലേ? കല്യാണം കഴിച്ചു, പക്ഷെ അവള് പുറത്താണ്. അതിനകത്തോട്ട് കയറി വരാത്തെ? അവള് പെർമൂടല്ലാന്നാ പറഞ്ഞത്. എന്നാ ഒരു സാരി ഉടുത്തിട്ട് കയറി വരാൻ പറ. അതല്ല ഞാൻ പറഞ്ഞത്. അവള് പുറത്ത് ബെർമൂഡ എന്ന് പറഞ്ഞ സ്ഥലത്ത് ജോലി ചെയ്യുവാന്നാ പറഞ്ഞു. അപ്പൊ ചേട്ടന് ജോലിയൊന്നും ഇല്ലേ? ഞാൻ ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല. എന്നാ കാരണവന്മാരായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ വഴക്കാന്നോ? അതല്ല, ഞങ്ങളുടെ കാരണവന്മാരെ കുറ്റപ്പെടുത്തരുത്. ചൂണ്ടുവിരലിൽ മർമ്മം അറിയുന്ന ആൾക്കാരായിരുന്നു ഞങ്ങളുടെ കാരണവന്മാർ. ഇവിടെ വാ കൊണ്ടടിച്ചിട്ട് ഏക്കുന്നില്ല, പിന്നെ ഇവൻ ചൂണ്ടുവിരൽ വെച്ച് നർമ്മം പറയാൻ പോന്നെ. നർമ്മോന്നല്ല ഉദ്ദേശിച്ചത്, മർമ്മോന്നല്ല ഉദ്ദേശിച്ചത്. ചൂണ്ടുവിരലിൽ ഞങ്ങൾ ആൾക്കാരെ നിർത്തും. ആ ചേട്ടൻ അറിയോ? പിന്നെ എനിക്കറിയാം. അന്ന് എന്നെ ഒന്ന് കാണിക്കാവൂ. സിമ്പിൾ അല്ലേ? ഭാര്യ ചെയ്യുമ്പോ കറക്റ്റായിരുന്നു. ആരെയാ ചെയ്യുന്നേ? എന്നെ ചൂണ്ടും. അതെന്താ ചലിക്കാത്തെ? ഞാൻ ചലിച്ചരിഞ്ഞ് അവളി ചലക്കി. ഞങ്ങളുടെ അച്ഛനും സെയിം ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ അച്ഛൻ ഭയങ്കര അഭ്യാസിയായിരുന്നു. പുള്ളിയുടെ അടുത്ത് ആരാണ്ട് വന്ന് പറഞ്ഞു, നിത്യ അഭ്യാസി ആന എടുക്കുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി പുള്ളി ആനയുടെ കീഴിലോട്ട് ചെന്ന് കയറി ഞാൻ കൊടുത്ത്. എന്നിട്ട് എന്താ, ആന പച്ചമടൽ വലിച്ചു കീറുന്ന പോലെ വലിച്ചു കീറി അങ്ങ് വിട്ട്. കൊള്ളാന്നോ? ആശുപത്രി കൊണ്ട് ചെന്നപ്പോ തുന്നി തയ്ക്കാൻ പറ്റിയില്ല. അവസാനം ഞങ്ങള് തയ്യക്കടയെ കൊണ്ടുപോയിട്ട് ഒരു സിബ് പിടിപ്പിച്ച് അങ്ങ് വിട്ടു. എന്നിട്ടൊന്നും സംഭവിച്ചില്ലേ? സംഭവിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ പുള്ളിക്ക് രണ്ട് തച്ചോ? മനസ്സിലായില്ല. പുള്ളി പണി സൈഡിലോട്ട് പോകും, എന്നിട്ട് സിബ് അങ്ങോട്ട് ഊരും, രണ്ടുപേരും രണ്ട് വഴിക്ക് പോകും. പണി കഴിയും, രണ്ടുപേരും വന്ന് ഒന്നിക്കും, സിബിടും, തിരിച്ചു വരും, രണ്ട് തച്ച്. കൊള്ളാം കൊള്ളാം കൊള്ളാം. എന്നാലും തന്നെ എനിക്ക് മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ ബാലരാമപുരത്ത് വിക്രമൻ. അപ്പൊ മുത്തു എന്തി? മുത്തു ബാലരമേന്ന് വിക്രമൻ എന്റെ പൊന്നു ചേട്ടാ, ഞാൻ ബാലരാമപുരത്ത് വിക്രമൻ. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവൻ. എന്നാ തേക്കാത്തെ? ഭയങ്കര നീറ്റിലറിയോ? അയ്യോ, പൊടിഞ്ഞ നീറ്റില്ല. എടോ, വന്നാലും തന്നെ എനിക്ക് അങ്ങോട്ട് മനസ്സിലായി. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ഫോട്ടോയുടെ പിന്നിലെ കഥ അന്വേഷിച്ചാ വന്നത്. താൻ മണ്ടനാണോ? ആ ഫോട്ടോ തിരിച്ചു നോക്കിയ പോലെ എന്റെ കഥ അറിയത്തില്ല. ഇല്ല, അതല്ല. പിന്നെ ഈ ഫോട്ടോ കണ്ടോ? ഈ ഫോട്ടോ കാണുന്ന പുള്ളിക്കാരനെ ചേട്ടന്റെ വീട്ടിൽ കണ്ടിട്ടുണ്ടോ? ജെമിനി ആപ്പിലെടുത്ത് എന്റെ ഫോട്ടോയാന്നാ പറഞ്ഞു. ആണോ? അപ്പൊ ഈ നിൽക്കുന്ന ആരാ? അത് ജെമിനി തന്നതാ. ഈ ജെമിനി തന്ന പെണ്ണില്ലേ, ആ പെണ്ണിന്റെ ഭർത്താവാണ് ഞാൻ. കണ്ടോ, ജെമിനി വരെ എന്നെ ചതിച്ച്. ഞാനൊരു കപ്പിൾ ഫോട്ടോ ചോദിച്ചപ്പോ രണ്ടാം കെട്ടിലെ പെണ്ണിനെ എനിക്ക് തന്നു. ഇനി ജെമിനി കപ്പും കൊണ്ട് തരാം. എടാ, ജെമിനി ആപ്പ് വഴി ആപ്പിലായതല്ലേ നിനക്ക് അറിയത്തുള്ളൂ. രജനി വഴി നീ ആപ്പിലായത് നിനക്ക് അറിയാവോ? ഇല്ല. അറിയത്തില്ലേ? എന്നാ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. എടി രജനിയെ, നീ ഇങ്ങോട്ട് വന്നേ. നീ വാ ഇങ്ങോട്ട്. എന്തോന്ന് വെച്ചാ എന്തോ നിങ്ങൾ ഇവിടെ കിടന്ന് വാ വച്ചിരിക്കണത്? അതെങ്ങനെ ഇരിക്കാൻ പറ്റും? വാ വച്ചൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. ഒച്ചേ അതല്ലെന്ന്, നിങ്ങൾ എന്തിനു ഇവിടെ കിടന്ന് പൊളക്കണേന്ന്. അതോ? ഈ പുള്ളിക്കാരനെ കണ്ടോ? നമസ്കാരം. അങ്ങോട്ടൊന്ന് ചേർന്ന് നിന്നേ. എന്തോന്ന്? ചേർന്ന് നിക്കാൻ. ഒരു അന്യ പുരുഷന്റെ അടുത്ത് കുടുംബത്തിൽ പറഞ്ഞ എന്നെ ചേർന്ന് നിക്കാൻ. ചേട്ടൻ ഇങ്ങോട്ടൊന്ന് ചേർന്ന് നിന്നേ. ഇടി കൂടുതൽ ഞാൻ ഇനി എന്തോ നിങ്ങൾ തമ്മിലാണ് മാച്ച്. അപ്പൊ താൻ എന്തുവാ? ഞാൻ അമ്പയർ. അതാവുമ്പോ എനിക്ക് ഈ സ്ക്രീനുകളെല്ലാം കണ്ടോണ്ടിരിക്കാലോ. സാറേ, സാറിന് കാര്യം എന്താണെന്ന് അറിയോ സാറേ? ഇങ്ങേരക്ക് എന്നെ ഓടുക്കത്ത സംശയം. ഞാൻ പറഞ്ഞാ നിനക്ക് മനസ്സിലാവൂലല്ലേ? സാറേ, ഇങ്ങേരക്ക് എന്നെ സംശയമാണ് സാറേ. വീട്ടിന്റെ അകത്തുനിന്ന് ചവറ് തൂത്ത് വടക്കേ പുറത്ത് കളയാൻ പോയാ ഇങ്ങേരക്ക് എന്നെ സംശയം. സുരേഷാ, ഈ വടക്കേ പുറത്ത് സുരേഷിന്റെ വീട്, തൊട്ടിപ്പുറത്ത് രമയുടെ വീടുണ്ട്. എന്താ ഇവള് അവിടെ കളയാത്തെ? രമയായിട്ട് ഇവള് വഴക്ക്. ചേട്ടൻ കേക്കണം. രമ ഇവള് മിണ്ടാത്തന്റെ പേര് വിഷമിച്ചിരിക്കും. അപ്പൊ ഞാൻ ചെന്നിട്ട് അവളെ ചെറുതായിട്ടൊന്ന് സമാധാനിപ്പിക്കും. ഇവക്ക് എന്നെ സംശയം. ഈ മിണ്ടായി, ഞാൻ ബാക്കി പറയട്ടെ. നിങ്ങൾ കേക്കണം. ഇവക്ക് അക്ഷയ ചിറ്റാർ എന്ന് പറഞ്ഞൊരു കമ്പനിക്കാരനുണ്ട്. അവക്ക് ഇവള് ഫോട്ടോ അയച്ചു കൊടുക്കുന്നു, അഡ്രസ് അയച്ചു കൊടുക്കുന്നു, നമ്പർ അയച്ചു കൊടുക്കുന്നു. ആരടി അവൻ? എന്റെ പൊന്നു മനുഷ്യനെ, അക്ഷയ ചിറ്റാർ അല്ല, പിന്നെ അക്ഷയ സെന്റർ.
ഞാൻ ഇന്നസെന്റ് ആണ്. എന്നെ ഫിഗർ ചെയ്യാൻ പോവാണോ? അതല്ല, പിന്നെ സത്യസന്ധനാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. സാറേ, ഈ സത്യസന്ധൻ ഇങ്ങനെ മെനക്കെട്ട സ്വഭാവം എന്റെ 2 മക്കൾക്കും വരാതിരിക്കാൻ വേണ്ടി ഞാൻ അവരെ 2 പേരെയും അച്ഛന്റെ അടുത്ത് കൊണ്ടാക്കി. രജനി, അല്ല, നിങ്ങൾ അച്ഛന്റെ അടുത്ത് കൊണ്ടാക്കി. പോരാത്തനെന്താ ഇപ്പൊ എവിടെന്നാ ഒരു ഫോട്ടോയും പൊക്കി പിടിച്ചോണ്ട് വന്നിരിക്കുന്നത്? ഏതോ ഒരു കൊച്ചു ചെറുക്കൻ. ഞാനൊരു കൊച്ചു പെണ്ണല്ലേ, ആരെങ്കിലും വിശ്വസിക്കോ? ഞാൻ പറയുന്നത് കേട്ടാ നീ വിശ്വസിക്കൂ? എന്തോന്ന്? ഈ നിൽക്കുന്ന കൊച്ചു ചെറുക്കനില്ലേ, അതാണ് ഈ മുതുക്കണ്ട. ഈ മാമനാ? മാമനാണ് ഈ നിൽക്കുന്നത്. അല്ല, ചോദിച്ചു നോക്ക്. ചോദിച്ചു നോക്ക്. ഹലോ മിസ്റ്റർ. യെസ്. How dare you talk like this? Shut up your mouth and stop sitting not only but also better കുഞ്ഞിന്റെ കൂട്ടറേടവി. എന്ന് വെച്ചാൽ എനിക്കിത് വല്ലതും അറിയാമോ? എന്തുവാണോ ഈ പറഞ്ഞത്? താങ്ക് യു. എനിക്ക് അത് മാത്രമേ അറിയൂ. ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള എന്റെ ഫോട്ടോ ഇങ്ങനെ ഫോർസിങ് ചെയ്യാൻ കൊള്ളാമോ? വിദ്യാഭ്യാസം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എങ്ങനെ? ആ ഫോർഫിംഗ് ഞാൻ പിടിച്ചു. ഫോർഫിംഗ് അല്ല, മോർഫിംഗ്. അങ്ങനായിരുന്നോ? പറയണ്ടേ? സ്വന്തം ഭർത്താവ് ഇവിടെ നിൽക്കുന്നു, അവള് തെറ്റിക്കുന്നു, അവൻ പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ രണ്ടുകൂടി ചേർന്നോ, എനിക്കിനി വേണ്ട, എനിക്കിനി വേണ്ട, എനിക്കിനി വേണ്ട. പ്രാവല്ലെന്ന് ദീർഘ സുമംഗലി ഭവ. നിങ്ങൾ പോയി ജീവിക്ക്, നിങ്ങൾ പോയി ജീവിക്ക്. നീ ഒരു കാര്യം അറിയാമോ രജനി? നിനക്ക് ഈ ലോകത്തിന്റെ വെയിറ്റ് എത്ര നിനക്കറിയോ? നിനക്കറിയാവോ? എനിക്കറിയത്തില്ല. അല്ലേ, എന്തോ അണിയാം, ഞാൻ പറഞ്ഞുതരാം. ഈ ലോകത്തിന്റെ വെയിറ്റ് 45 കിലോ. 45 കിലോയോ? അത് എന്റെ വീട്ടല്ലേ? പോക്കട്ടെ. എടി രജനി, നീ കേക്കണം. നീയായിരുന്നു എന്റെ ലോകം. ആ 45 കിലോ മാത്രമേ എനിക്കുള്ളായിരുന്നു. അണ്ണൻ ഞാനല്ല, അവൻ കേറുന്ന നിക്കണേ. ഈ പറഞ്ഞ സാറേ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക് സാറേ. അങ്ങനെയാണോ? ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇങ്ങോട്ട് നോക്കി. നിങ്ങളെ പ്രശ്നം എന്താണെന്ന് പറയാമോ? എന്താ? സ്നേഹമില്ലായ്മയാണ് നിങ്ങളെ പ്രശ്നം. അത് നിനക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടല്ലോ. അതല്ല, ഞാൻ പറഞ്ഞ് മനസ്സിലാക്കണം. ചേർന്നിരിക്കും. ഒരു ഭർത്താവ് ഭാര്യയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ 50% ഹൃദയാഘാതം കുറയുമെന്നാണ് പഠനങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. സാറിന് ഇത്രയും വിവരമൊക്കെ ഉണ്ടായിരുന്നാ? അപ്പൊ നിനക്ക് 100% ആക്കാനായിരിക്കും എന്റെ പെണ്ണുമ്പിള്ള നീ അടിപ്പിച്ചത്. നീ ഒന്നും ഉദ്ദേശിക്കണ്ട. എനിക്ക് ചാവണം, ഞാൻ മരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും. അവിഹിതം ഒന്നിനും ഒരു പരിഹാരമല്ല. അത് ഞാനാന്നോടാ കാണിക്കുന്നത്, നീയല്ലോടാ കാണിക്കുന്നത്. അയ്യോ, അതല്ല. അവിവേകം ഒന്നിനും ഒരു പരിഹാരമല്ല. എനിക്കൊന്നും കേൾക്കണ്ട. ഇവിടെ കയറുണ്ടോ? കയറുണ്ടോ? എടുത്തേ. എനിക്ക് കയർ വേണം. ഇവിടെ കാണുന്നില്ല. ആ വിഷ്ണു എന്ന് പറഞ്ഞ ചെറുക്കൻ നിന്റെ പുറകെ നടന്നായിരുന്നു. അന്ന് ആർട്ടിൽ ലിസ്റ്റ് ഇതാന്ന് പറയും. ആ കയർ എഴുതി കൊടുത്തായിരുന്നെങ്കിൽ ഇവിടെ കിടന്ന് ചമ്മണ്ടി വരുമായിരുന്നോ നീ? അല്ലെങ്കിൽ ഒരു മുണ്ടിങ് എടുക്ക. താണ്ട കിടക്കുന്ന മുണ്ട് നിന്റെ. ഈ മുണ്ട് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്ന തന്നെ നല്ലത്. ഇവരെ പോലെ എന്തുവായാലും ഞാൻ ചാവും എന്ന് പറഞ്ഞാൽ ചാവാൻ പോവാണോ? ഒരു കാര്യം ചെയ്യും. അവസാനമായിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് ചത്തു. ഫോണത്തിന്റെ ഇടയ്ക്ക് അവന് പുട്ട് കച്ചവടം. എനിക്ക് എടുക്കുന്നെങ്കിൽ ഏറെ അവളെ ചേർന്ന് നിൽക്കണേ. കൊള്ളാം, നല്ല ഫോട്ടോ. നല്ല ഫോട്ടോ ആണ് കേട്ടോ. ഞാൻ ചാവും കേട്ടോ. അണ്ണ ചാവല്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ, നിന്റെ കൂടെ നിൽക്കുന്ന ഈ പെണ്ണ് ഏതാണ്? പെണ്ണാ? നോക്കട്ടെ. നോക്കട്ടെ. അയ്യോ, ഇതേത് പെണ്ണ്? ഓഹോ, അതിന്റെ ഇടയ്ക്ക് അവളോട് പോയി ഫോട്ടോ എടുത്തില്ല. മോളെന്നാണ് ഇന്ന് നിങ്ങളെ ശരിയാക്കും. ഇപ്പൊ ഞാൻ ആത്മഹത്യ നോക്കിയോ? ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. എന്ത്? ഈ ജെമിനി ആപ്പ് എന്ന് പറഞ്ഞില്ലേ, ഇതാണ് പല കുടുംബങ്ങളെ ആപ്പാക്കുന്നത്. അങ്ങനെ മനസ്സിലായോ? അതുകൊണ്ടാണ്. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ സാറേ? ഫോട്ടോ വന്ന കാര്യം മനസ്സിലായില്ലേ? സാറാണ് എന്റെ കണ്ണ് തുറപ്പിച്ചത്. എന്റെ കണ്ണടഞ്ഞിരിക്കുവായിരുന്നു. അതല്ലെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ വിഷമിച്ചിരിക്കുവായിരുന്നു. ക്ഷമിക്കണം. കുഴപ്പമില്ല. വിഷമത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇല്ല, കുഴപ്പമില്ല. പൊക്കോട്ടെ, നിങ്ങൾ സുഖമായിട്ട് ജീവിച്ചു. രജനി, നമുക്ക് പിള്ളേരെ പോകുമ്പോ വിളിക്കാടി. നമുക്ക് ചൂരമീൻ മേടിക്കാം. ചുമ്മാ. ഈ ലോകത്തിന്റെ വെയിറ്റ് എത്ര? 45 കിലോ. എടി, എന്നാലും അതല്ലല്ലോ. 45 കിലോ അതല്ല. പിന്നെ ഈ ജെമിനിയിൽ എങ്ങനെയാടി നിന്റെ ഫോട്ടോ പോയത്? എന്നാ പെർഫോമൻസ് ആയിരുന്നു, കിടിലമായിരുന്നു. നല്ല മെസ്സേജ് ആയിരുന്നു. ഈ ഒരു സ്കിറ്റ് മുഖാന്തരം ഐ തിങ്ക് എല്ലാവർക്കും മനസ്സിലായ ഒരു ജെമിനി ആപ്പ് ഉണ്ട്. അതെ. സോ ബി വെയർ. അതെ അല്ലേ? നമ്മളിപ്പോ ആരെങ്കിലും ആയിട്ട് കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ അല്ലെങ്കിൽ തോളത്ത് കൈയിടുന്നത് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ വേറെ എന്തെങ്കിലും ഇപ്പോഴത്തെ ഈ കല്യാണം കഴിക്കാത്ത ആൾക്കാരൊക്കെ അമ്മമാർക്ക് ഇങ്ങനെ പെണ്ണിന്റെ കൂടെ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അയക്കും, എന്നിട്ട് പറ്റിക്കും. തമാശക്ക് പോലെ എന്റെ ഒന്നും ചെയ്ത് അമ്മയ്ക്ക് അല്ല, ഞാൻ ചേട്ടന് ട്രൈ ചെയ്തു. ജെമിനി പോലും ചേട്ടന് പെണ്ണില്ല.
പക്ഷെ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, അത് അങ്ങനെ ചോദിച്ചാൽ ഞാനിപ്പോ ജെമിനയോട് ചോദിച്ചപ്പോ ജെമിന എനിക്കൊരു ഫോട്ടോ തന്നിട്ടുണ്ട്. അതായത് അഖിലിന് ഒരു ഫാമിലി ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും അല്ലെ? നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു സാധനമാണ് കേട്ടോ. ഇവളുടെയൊക്കെ ഒരു സന്തോഷം നോക്കിക്കേ. ജെമിനായി, അഖിലിന്റെ ഫാമിലി എങ്ങനെയായിരിക്കും അത് നമുക്കൊന്ന് പിക്ചർ ആയിട്ട് കാണിച്ചു തരാവോ പ്ലീസ്? കൈ ഇരിക്കണ പെണ്ണുമ്പിള്ള തളന്ന് തോളി കിടന്നു. ഫാമിലി പ്ലാനിങ് ഇല്ലല്ലോ, ഫാമിലി പ്ലാനിങ് ഇല്ലല്ലോടാ. എല്ലാം 3 മാസത്തെ ഗ്യാപ്പാണ് ആ പെണ്ണ് 3 തീർന്നു. ആ പെങ്കൊച്ചിന്റെ ക്ഷീണം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്ഷീണമല്ല, അല്ല 2 മാസമായി. പക്ഷെ അഖിലിന്റെ ഫാമിലി ഇങ്ങനെയാണെങ്കിൽ അഖിലിന്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന, അഖിലിന്റെ ഒരു ചേട്ടന്റെ സ്ഥാനത്ത് നിൽക്കുന്ന നോബി അണ്ണന്റെ ഫാമിലി പാരലൽ യൂണിവേഴ്സിൽ എങ്ങനെയായിരിക്കും ഞങ്ങൾക്കൊന്ന് അറിയണം. ഓക്കെ, ജെമിനൈ വേർഷനിൽ എങ്ങനെയായിരിക്കും നോബി അണ്ണന്റെ ഫാമിലി നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷേ എനിക്ക് ഒരു സന്തോഷമുണ്ട്, ഇതിലൊന്നിലും ആരിയില്ല. മക്കളായിരിക്കും ഇത്, പെൺകുട്ടി. അത് ശരി കേട്ടോ, മക്കളാണോ ഇതൊക്കെ നോബിച്ചേട്ടൻ? ഇനിയെങ്കിലും ഞാൻ ഒരു സത്യം പറഞ്ഞുതരാം. മഞ്ഞ സാരി കൊടുത്തേക്കണത് എന്റെ മൂത്ത മാമി, നീല സാരി കൊടുത്തേക്കണത് ചേട്ടന്റെ വൈഫ്. ഞാൻ എന്റെ ചേട്ടത്തിയെ പോലെ കാണണം. പിന്നെ സെറ്റ് സാരി ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം. അവിടെ കല്യാണം ആയില്ല, എൻഗേജ്മെന്റ് ഏകദേശം ഡേറ്റ് ഉറപ്പിച്ച് വെച്ചേക്കണം. പെങ്ങടെ മോള്. മറ്റത് മുറപ്പെണ്ണ്, അതാണ് അങ്ങനെ നോക്കണം. ഒരു സങ്കടത്തില്. പക്ഷെ പിള്ളേരില്ല, കല്യാണം കഴിഞ്ഞില്ല. കഴിച്ച് തീരണ്ടേ, എന്നിട്ട് വേണ്ടേ പിള്ളേരുണ്ടാവാൻ. ഈ ഫോട്ടോ ഒന്ന് അയച്ചു തരണേ, എനിക്ക് ഒരു സ്റ്റാറ്റസ് ഇട്ടോ. ഇതിനെല്ലാത്തിനുള്ള കാരണം നിങ്ങളാണ്. നിങ്ങളുടെ സ്കിറ്റ് മാത്രമാണ്. എന്തായാലും ഇത്രയും ചിരിപ്പിച്ചതിന് ബാറ്ററി എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. ബാ. പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ പണമൊഴുകണ കളി പറന്നിറയേണ്ട ശ്വേത ചേച്ചി 40,000 rupees അങ്ങനെ നമ്മൾ കുറെ ചിരിച്ചു. ഞാൻ കുറച്ച് കരഞ്ഞു. അത് ചിരിയുടെ ആഹ്ലാദത്തിൽ ഞാൻ കരഞ്ഞതാണ്. പക്ഷെ ഐ ഫീൽ നമ്മുടെ ഈ ടീം നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് അവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നിങ്ങളുടെ ടീം എന്ന് പറയുന്നത് എത്ര പേരാ ഉള്ളത്? ഞങ്ങള് മാഷിന്റെ ശിഷ്യര് 500 പേരുണ്ട്. ഓക്കെ, മാഷ ആരാപ്പോ? ശ്രീ ഏലൂർ ബിജു. സോപാന ഖാന ഗന്ധർവനാണ് അദ്ദേഹം. അറിയാം, നമ്മുടെ ഈ വേദിയിൽ വന്നിട്ടുണ്ട്. സൂപ്പർ. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കൂടുതൽ നമ്മുടെ അമൃത ടിവിയിൽ വർക്ക് ചെയ്യുന്ന തീ തുപ്പുന്ന ഡ്രാഗൺ കുഞ്ഞായ നമ്മുടെ സ്വന്തം അഭിലാഷേട്ടൻ. അഭിലാഷേട്ടാ, ഇത്രയും നേരം അഭിലാഷേട്ടനെ പറ്റി ഞാൻ പറഞ്ഞില്ലെങ്കിൽ തീ തുപ്പുന്ന എന്താന്ന് മനസ്സിലായോ? നമ്മുടെ അടുത്ത ഫയർ മൊത്തം നോക്കുന്ന അഭിലാഷേട്ടനാണ്. അഭിലാഷേട്ടൻ എപ്പോഴാണ് ജോയിൻ ചെയ്യുന്നത്? അമൃതയിലല്ല കേട്ടോ, ഈ ടീമിന്റെ കൂടെ കാര്യം കേട്ടോ ചോദിക്കുന്നത്. ഏകദേശം 2 വർഷമായി. ഓക്കെ, വാട്ട് മെയ്ഡ് യു? അതായത് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഘത്തിനോട് കൂടണമെന്ന് തോന്നാനുള്ള കാരണം? ഞാൻ ക്ലാസിക്കൽ ബേസ് പഠിച്ചിട്ട് 10 വർഷം. അപ്പൊ പാടുന്നത് കൊണ്ട് ഞാൻ അഭിലാഷേട്ടാ പാടാൻ പറയണോ? പറഞ്ഞോ, എന്ത് പറയാത്തെന്ന് എന്നാ കേക്കാം. ഞങ്ങൾ എല്ലാരും അങ്ങ് നിർബന്ധിച്ചിരിക്കുന്നു. കാർത്തിക നാൾ രാത്രിയിലൻ കൈക്കുമ്പിളിൽ വീണമുത്തേ കൈവളർന്നും മെയ് വളർന്നും കൺമണിയായി തീർന്നതല്ലേ നിൻ ചിരിയും നിൻ മൊഴിയും പുലരി നിലാവായി പൂത്തതല്ലേ. ആ വെണ്ണില കുമ്പിളിൽ വെയിറ്റ് ചെയ്ത് പോയി. അതാണ് സസ്പെൻസ് എന്ന് പറയുന്നത്. ഗംഭീരമായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും നമ്മുടെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഇവരുടെ പെർഫോമൻസ് ഒന്നും കൂടെ കേട്ടാൽ കൊള്ളാം, കണ്ടാൽ കൊള്ളാം എന്നാണ് എന്റെ ആഗ്രഹം. നിങ്ങൾ റെഡിയാണോ? പെർഫോമൻസ് തരാൻ നിങ്ങൾ റെഡിയാണോ? സ്നേഹത്തോടെ എങ്കിൽ ഒരിക്കൽ കൂടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്നേഹ സോപാനം ടീം. ഹരേ
മണിമാലകളും ഭയങ്കര ഗുരുവായൂരിൽ നിൽക്കണ പോലെ എനിക്ക് ഭയങ്കര മെഡിറ്റേഷൻ ഫീൽ പോലെ എനിക്ക് തോന്നി. ഒരുപാട് സന്തോഷമുണ്ട് അല്ലെ. വി ലൈക് ട്രൂലി ബ്ലെസ്ഡ് എന്ന് പറയാം. ഈ ഒരു മൊമെന്റ് നമുക്ക് വിറ്റ്നസ് ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഇനിയും നമ്മൾ കാണണം, കൂടണം, ചിരിക്കണം. ഇതുപോലെ നമ്മളെ വേറൊരു ലോകത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ കാണും. ചേച്ചി ഓക്കെ, നല്ലൊരു രാത്രി എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ബൈ പറയാം. യെസ്, അപ്പൊ ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ.